ಹಾಯ್ ಎವ್ರಿ ಒನ್. ನಾಳೆ ಮಕ್ಕಳಿಗೆ ಎಲ್ಲ ರಜೆ ಎಲ್ಲ ಕಿಟ್ಟಿತ್ತು. ஒரு சைடில் ஸ்கூலு ஃபுல் வெக்கேஷன், രണ്ടാമത്തത് മദ്രസും ഇപ്പം ರಜೆ കിട്ടിയിട്ട് ഞങ്ങളെ മക്കളെല്ലാം ഔത്തു അടിച്ചു പൊളിച്ചുകൊണ്ടുള്ളവരല്ലേ. ആ ചില ഉമ്മമാർക്ക് അങ്ങനെ ഏത് ടൈപ്പിൽ ഇതിനെ മാനേജ് ആക്കിയിട്ട് കൊണ്ടുപോകണു ചൊല്ല വിഷയത്തിൽ എല്ലാവരും ടെൻഷനിൽ. ಅವನು ಅವಡ ಬಾರ, ಅವನು ಊರ ಬಾರ, ಅವನು ಮರತು ಬತ್ತರ, ಅವನ ಸುಬೈ പോയി കാണുകയില്ല. അവന് ഈ ഗ്രൗണ്ടിലു കളിച്ചിട്ട് അവന് കറുത്തിട്ട് പോയിറ. അങ്ങനെയുള്ള ഒരു ഡയലോഗെല്ലാം കേട്ടോണ്ടുള്ള ഉമ്മമാറായിട്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു വെക്കേഷനിൽ എങ്ങനെ നമുക്ക് മാനേജ് ആക്കാൻ ചൊല്ല വിഷയത്തിൽ നമുക്കൊന്ന് പഠിക്കാം അല്ലേ. നിങ്ങൾ റെഡിയല്ലേ? മക്കളെ ಬಗ್ಗೆ ചെന്നെങ്കിൽ മക്ക ഏജ് കൂടെടുത്തോളും അങ്ങനെ ബ്രെയിൻ്റെ പ്രോസസ്സ് അത് ഇതെല്ലാം ആക്റ്റീവ് ആയതുകൊണ്ട് വരുമ്പോഴത്തോളും അങ്ങനെ ടോട്ടലി ആക്ടിവിറ്റീസിലും അങ്ങനത്തെ ചേഞ്ചസ് എല്ലാം ഉണ്ട്. അതെല്ലാം നാച്ചുറൽ. ഞങ്ങൾ ഈ പ്രായത്തിലിരിക്കുമ്പോഴത്തോളും ഞങ്ങൾ കൾച്ചറ പാരീറ എല്ലാം ആക്കിയറ അല്ലേ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളേക്ക് തെല്ല് ബാക്ക് പോയിട്ട് നോക്കിയെങ്കിൽ ഒക്കുവാ ഞങ്ങൾ പാറി എത്ര ഒരു 10% പോലും ഞങ്ങളെ മക്ക ഇപ്പൊ പാറിയിട്ടിരിക്കാറ് ഒക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അത് ഞങ്ങൾ കുറേ ഒരു ഇതിരെ ഒരു വലിയൊരു ടെൻഷന്റെ വിഷയമാക്കിയിട്ട് എടുക്കുന്നുണ്ടെന്തും ഇല്ല. അതിലായിട്ടിരിക്കുന്ന ചൊന്നെ ഏജ് ഡെവലപ്മെന്റ് അത് ഇത് എല്ലാം ഇത് ഏജ് കൂടിയോണ്ട് പറഞ്ഞിട്ട് ബ്രെയിൻ ഡെവലപ്മെന്റ് അത് ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കാറ്. അതാകുമ്പോഴത്തും മക്കളെ ആക്ടിവിറ്റീസ് അത് ഇതെല്ലാം ഇങ്ങനെ തെല്ല് കൂടിയോണ്ടിരിക്കാറ്. അപ്പൊ ഞങ്ങൾ അർത്ഥാക്ക എന്തിനെ ഇത് കിടാവ് ಬೇಣಿച്ചെന്നിട്ടല്ല. കിട ഒരു ഏജ് ഡെവലപ്മെന്റ് ആകുമ്പോഴത്തേക്ക് അവന്റെ ക്രിയേറ്റിവിറ്റിയും അത് ഇതെല്ലാം സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് എന്തൊരു ഒരു ഡെവലപ്മെന്റ് നടക്കറിച്ചുള്ളത് ഒന്ന് അർത്ഥാക്കുക. ഒന്ന്. രണ്ടാമത്തത് അങ്ക് അങ്ങനെ എൻഗേജ് ആക്കിയിട്ട് പോലത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ അങ്ങനെ കൊടുക്കാച്ചുള്ളതായിട്ട് അതിലിപ്പോൾ ഞങ്ങൾക്ക് ആക്ടിവിറ്റി കൊടുക്കുള്ളത് ഞങ്ങൾക്ക് ക്രാഫ്റ്റ് കൊടുക്കാം. വ്യത്യസ്തപരമായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്, ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്ക്. അത് ഞങ്ങൾ ഔത്തുള്ള വേസ്റ്റിലുള്ള ക്രാഫ്റ്റ്. ഇതിപ്പോൾ ബോട്ടിൽസ് അതിൽ എങ്ങനെ ഫ്ലവേഴ്സ് ആക്കാം. അതല്ല ജസ്റ്റ് ഒരു യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സെർച്ച് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാട്ടി കൊടുക്കുക അതിരെ വേ. അതല്ലെങ്കിൽ നിങ്ങമേ ഒരു അതിരെ വേ കാട്ടി കൊടുക്കുക. അങ്ങ് ഉറക്ക ചെണ്ടപ്പെട്ട കണ്ടെങ്കിൽ പിന്നെ അങ്ങ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തേതല്ല. ഓക്കെ, ഒന്നും. അതല്ലെങ്കിൽ ഈ കൃഷി ഉണ്ടല്ലേ ചെറിയ ചെറിയ, അതായത് ഈ പോട്ട് എങ്ങനെ മാക്കറാറങ്ങ ഈ പെപ്സിയുടെ കുപ്പിയില അങ്ങനത്തെ കുപ്പിയില അതിരെ പോട്ടാക്കിയിട്ട് അതിൽ കുറേ മണ്ണെല്ലാം നിറച്ചിട്ട് ഈ ഇഞ്ചിരുത് ചെറിയ ചെറിയ, അതായത് ಬೇಗ ಅವರ പോലത്തെ അത് ഉള്ള കൃഷി അത് ಇದಕ್ಕೆಲ್ಲ ഫോക്കസ് ആക്കപ്പെട്ട. അതെങ്ങനെ ഇഞ്ചിരുത് അതല്ലെങ്കിൽ പുതിന കൊത്തമ്പരി ചൊപ്പു അതെല്ലാം ചെന്നെങ്കിൽ ಬೇಗ ആവരുത്. അപ്പൊ അങ്ങ് എന്തിനാവറാറ് ഇങ്ങനത്തെ വിഷയത്തിലല്ല. അതെല്ലാം ആക്കും ഞങ്ങൾ ഇപ്പൊ ഫ്ലാറ്റിലല്ല ഞങ്ങളത് ആവറ പോണ്ട പണിയാ സാറ് എന്റെ കേൾക്കുവാറ്. ഇല്ല, അത് ഞങ്ങൾ ഫ്ലാറ്റ് അല്ല ഇനി ഓടേമാവാ പല ഒടിഞ്ഞ് എന്തൊരു ഞങ്ങൾ പോട്ടെല്ലാം ഇക്കരുത്. കരിവെൽമര അത് ഇതെല്ലാം പോട്ടെല്ലാം ഇക്കരുത്. അതൊക്കെ കുറേ മണ്ണ് കിട്ടണ്ട സാറ്. മണ്ണും കിട്ടവും പിടിക്കില്ല. നിങ്ങളവത്തൊന്ന് ജസ്റ്റ് ഒന്നും ഏത് ഫ്ലിപ്കാർട്ടിൽ അതിലെ ഇതെല്ലാം ഈ ചെകര ചോറ് അത് എല്ലാം ഇപ്പൊ കിട്ടറ്. കോക്കോ ബീറ്റ് ഉണ്ട് ചെന്നിട്ട് അടിച്ചു കൊടുത്തെങ്കിൽ 5 കിലോത്തേക്ക് ചെറിയ ചെറിയ എമൗണ്ട്സ് എല്ലാം അതെല്ലാം കിട്ടറ്. അതൊന്ന് വിൽപ്പാടിയിട്ട് ശരിയാ. കാരണം ഇതിൽ എന്തൊരാവറാറ് അങ്ങക്ക് എൻഗേജഡ് ആവറാറ്. അപ്പൊ അത് തെല്ല് മുളച്ചിട്ട് പറമ്പത്തുക അതൊരു സ്വഭാവിക തണ്ണി വിത്തർ വേണ അതാക്കർ വേണ ഇതൊക്കെ വേണ. അപ്പൊ ഇതിലുള്ള വലിയ ബെനിഫിറ്റ് ചെന്ന് അങ്ങ ഈ വെക്കേഷൻ അങ്ങ് ആസ്വദിക്കും ಅವರು. പിന്നെ രണ്ടാമത്തേത് ഈ മൊബൈൽ ഭ്രമ ಅದರ തൊട്ടിട്ടെല്ലാം അങ്ങ് എന്താക്കുക ಅವರು അഡിക്ഷൻ, അതായത് മൊബൈൽ ഭ്രമ മൊബൈൽ അഡിക്ഷനെ തൊട്ടിട്ടെല്ലാം അങ്ങ് സലാമത്താവുക ಅವರು. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് അങ്ങനെ ഒന്നും എൻഗേജ് ആക്കിയെങ്കിൽ ഈ ഒരു വെക്കേഷൻ അങ്ങത് ചന്തത്തിൽ നമുക്ക് മാനേജ് ആക്കിയിട്ട് അപ്പൊ ഈ വെക്കേഷൻ കലിയുമ്പോത്തുക ಅದರ ಮುನ್ನೊಳಗೆ കുറെ ಅಂಕೆಂದರೆ കിട്ടറ് 39 ചൊപ്പ അതാ ഇതെല്ലാമ്പത്തു അവന് സ്വന്തമായിട്ട് ആക്കിയ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലേ, അതൊരു എക്സ്പീരിയൻസ് അങ്ങ് ഒരു വേറെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഓരോ വിഷയത്തിൽ അങ്ങനെ എൻഗേജ് ആക്കി പാട്ടിട്ട്
പിന്നെ ഔട്ട് ഗെയിമിങ് ആയെങ്കിലും അങ്ങനെ തന്നെ. ടെന്നീസ് തെല്ല് ജാഗല അല്ലെങ്കിൽ ടർഫ അല്ലെങ്കിൽ മേലെ നിങ്ങളെ സ്ലാപ്പർ മേല തെല്ലല്ല എന്തൊരു എക്സസൈസ്. അതായത് ഏത് ടെന്നീസ് ആവും അല്ലെങ്കിൽ കളിയാവും, അത് ഏത് വെറൈറ്റി ഗെയിംസും ഏതുമാവും. അപ്പൊ ഔട്ട് ഗെയിംസ് അത് ഇതൊക്കെല്ലാം അവന്റെ തെല്ല് യാരത്തത് എൻഗേജ് ആക്കപ്പെട്ട. അപ്പൊ ആ ഒരു ടൈപ്പിലല്ല എങ്കിൽ നമുക്ക് ഈ ഒരു വെക്കേഷൻ നിങ്ങളെ മക്കൾക്ക് ചന്തത്തിലായിട്ട് നല്ല എൻജോയ്ഫുൾ ആയിട്ട് നമുക്ക് ആസ്വദിക്കാം. അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? നൈസ് ടു മീറ്റ് യു. സി അഗൈൻ. ബൈ.